തിരുവോണമാണ്. എവിടേക്കാണ് അടിക്കുന്നത്? തിരുവോണമാണ് പറഞ്ഞിട്ട് കാര്യമുണ്ട്. എന്തോ ഒരു ഞായറാഴ്ചയുടെ പ്രതീതി ടൗണിലോട്ട് ഇറങ്ങുന്നത്. അതുകൊണ്ട് ഒരു വീഡിയോ എടുക്കണം തോന്നി. ബസ്സുണ്ട്, നമ്മളെ പഴയ ജാസ്മിൻ ബസ്. ആരെ ദാഹിക്കുന്നു, പ്രശ്നമാണ്. ദാഹം ഒരു വലിയ വിഷയമാണ്. എവിടുത്തെ പമ്പുണ്ടോ നോക്കാമേ. അല്ലെ പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുമ്പം ഇത്തിരി താമസിച്ചോ അച്ഛാ? ഇത്തിരി ലേറ്റ് ആയോ? ഇല്ലല്ലോ. ചെക്ക് മേടിക്കണമായിരുന്നു ലാശിനെ കൊണ്ട്. ഇടയ്ക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാലേ. ഇപ്പം അങ്ങ് ചെന്ന് കഴിഞ്ഞ് പിന്നെ വണ്ടിക്കകത്ത് ഇത്തിരി പണിയുണ്ടോ. മഴയാന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ട് മഴയായി. തന്നെ എടുത്തിട്ടങ്ങ് മടിക്കാം. അതിന് ഈ കൂട്ടിനാളിനെ വിളിച്ചോണ്ട് പോകുന്നേ. നീ വയ്യാതെ തന്നെ അതിനാ നിന്നെ വിളിച്ചത്. സത്യം പറഞ്ഞത് തന്നെ ഇറങ്ങണ്ടെന്ന് വെച്ചു. ഒന്നാമത് ഇച്ചിരി പ്രശ്നമൊക്കെ ആയിട്ട് ഇരിക്കുമ്പോഴേ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യമാണ്. ഈ ഇൻഡിക്കേറ്റർ ഇട്ടത് ഓഫ് ചെയ്തില്ലെങ്കിൽ പുറകെ വരുന്നവൻ എന്തോ വിചാരിക്കും. ഇവൻ എങ്ങോട്ട് പോവാന്ന് വിചാരിക്കും. തിരിയാൻ പോവാന്നും പറഞ്ഞ് പുറകെ വരുന്ന പെടുന്ന പമ്മും. അല്ലെങ്കിൽ അത് വിചാരിക്കുന്ന കയറിപ്പോവാനെന്നുള്ള കൈ കാണിക്കാത്ത ഇൻഡിക്കേറ്ററാണെന്ന് വിചാരിക്കും. പമ്പുണ്ടോന്ന് നോക്കണം ആദ്യം. ഉണ്ടെങ്കിൽ അവിടെ തിരക്കുമായിരിക്കും. അതാ വേറെ പ്രശ്നം. ഉണ്ടെന്ന് തോന്നുന്നു. ആൾക്കാരൊക്കെ കയറുക അവിടെ അല്ല, ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഒരു വണ്ടി അങ്ങോട്ട് കയറുന്നുണ്ട്. ഇപ്പം ശകലം മതി, ഒരു 60 രൂപ ഉണ്ടോ? ഞാൻ പറഞ്ഞില്ലേ അവിടെ തിരക്കാം. ഓ തിരക്കാം ഇല്ലയോ? ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ഉച്ച കഴിഞ്ഞ് നോക്കാം. ഇന്ന് നബിദിനം കൂടെ ആയതുകൊണ്ടേ അതാ പരിപാടി, അവരുടെ പരിപാടി. ഇന്നത്തെ അവധി നാളെ മാറ്റിയാൽ മതിയായിരുന്നു. ചെയ്ത് അവധിയൊക്കെ കണക്ക് കൂട്ടുന്ന ആരാ? നബിദിനവും തിരുവോണവും കൂടെ ഒന്നിച്ച് കൊണ്ടുവെക്കേണ്ട കാര്യമുണ്ടോ? മറ്റേ പമ്പ് കാണത്തില്ല. ചിലപ്പോൾ ഉണ്ടെങ്കിൽ ഇല്ലേ പോകുമ്പോൾ നമുക്ക് അവിടെ നേരയുടെ പമ്പിൽ ഉണ്ടെങ്കിൽ അവിടെ അടിച്ചിട്ടുണ്ടാവും. ഉച്ച കഴിയുമ്പോൾ ഇവരൊക്കെ തുറക്കും. ചിലപ്പോൾ ഓണമൊക്കെ അങ്ങനെ അങ്ങ് അടച്ചിടാൻ പറ്റും. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഈ കോന്നിക്കും കുമ്പളിക്കും ഇടയ്ക്ക് ഒരു പമ്പ് വന്നായിരുന്നേ കൊള്ളായിരുന്നില്ലയോ? അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചൊക്കെ നല്ലതായിരുന്നു. ഒരിടത്ത് പള്ളിപ്പെരുന്നാൾ, ഒരിടത്ത് നബിദിനം, ഒരിടത്ത് ഓണപ്പരിപാടി. ബസ് സ്റ്റോപ്പ് അപ്പുറത്താണ്. പക്ഷെ എല്ലാ വണ്ടിക്കാരും കൂടെ നടത്തത്തുള്ളൂ. വണ്ടി വേണേ? ഓടിക്കാതിരുന്ന മറന്നു പോടാ മുന്നേ.
എവിടുന്ന് വേണം? ഇവിടെ നിർത്തട്ടെ. അത് പാലത്തിൻ്റെ അപ്പുറത്ത് നിർത്തണം. ആ മുളക്ക വരും. അതവിടെ ഇരുന്നോട്ടെ. വീടിൻ്റെ അവിടെയാണ് എടുത്തത്. എന്തോ ക്യാമറ അവിടെ ഇരുന്നോട്ടെ. വീടിൻ്റെ അവിടെ കേട്ടോ. വീടിൻ്റെ അവിടെ എത്താൻ വീടിൻ്റെ അവിടെ കേട്ടോ. ഫോണല്ലെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് ഞാൻ വന്നേക്കാം. ക്രൂ ചേഞ്ച്. ക്യാപ്റ്റൻ മാറി. നമ്മൾ ഓടിക്കുക എന്നാണ് മടി പിടിക്കും. കേട്ടോ. എല്ലാവരും വാടകയ്ക്ക് ആവശ്യിക്കുന്നവരൊക്കെ സ്വന്തം വീട്ടിൽ പോകുന്നതിൻ്റെ തിരക്കാണ്. ഒരു തിരക്കുമില്ലാത്ത റോഡ്. ആ ഇയാളുണ്ടെങ്കിൽ ഒന്ന് കാറ്റൊന്ന് ചെക്ക് ചെയ്യാൻ കയറാം കേട്ടോ. ആ ഇട്ടുകൂടി പഠിക്കല്ലേ ഉണ്ടോയെന്ന് അറിയത്തില്ല, നോക്കാം. ചിലപ്പോഴേ കാണത്തുള്ളൂ. ഇതാണ് സുഖം. നോക്കാം. ഇങ്ങനൊക്കെ വരുമ്പോഴാ അശ്രദ്ധമായിട്ട് ഓടിക്കുമ്പോഴാ ഇടിയും തൊഴിയും നടക്കുന്നത്. എനിക്ക് കൈ പൊളക്കുന്നു കേട്ടോ. ഇങ്ങനെ വെക്കാൻ ഒക്കത്തില്ല ഒത്തിരി നേരം. നമ്മുടെ അസുഖം നമുക്കല്ലേ അറിയൂ. ഇപ്പം നിരന്ന് കിടക്കുന്ന വേണാട് കാണാം. ഒരു മാരുതിയുടെ സെക്കൻഡ് വണ്ടി വിൽക്കുന്ന സ്ഥലം. ഇത് ബസ്സിൻ്റെയാണ്. എല്ലാവരും കണക്കാം. മനോഹരമായ കാഴ്ചയാണ്. അയ്യോ, വീഡിയോ കട്ടായി പോയി തന്നെ. അത് കിട്ടിയില്ല. വണ്ടി നിറന്ന് കിടക്കുന്ന. എനിക്കറിയത്തില്ലടാ. കറക്റ്റ് ആ വണ്ടിയുടെ ഭാഗം വന്നപ്പം വീഡിയോ കട്ടായി പോയി. ഭയങ്കര ചതിയായിപ്പോയി. ഞായറാഴ്ച അവധി ആഘോഷിക്കാൻ പോകുന്നത്. ഫുഡും കൊണ്ടൊക്കെ ഇറങ്ങി. മോനെ പതുക്കെ പോണേ, ഇച്ചിരി പതുക്കെ പോട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ ഇല്ല പോട്ടെ. ഫോണടിച്ചല്ലോ, ഇത് നടുക്ക് വെച്ച് കളിക്കുന്നുണ്ട്. ഇന്നത്തെ അവസ്ഥ നല്ല അതും ഇതുമൊക്കെ ആയിരിക്കും. ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയാണ്. ശിവൻ്റെ അച്ഛൻ പോകുന്നുണ്ടോ? കണ്ടില്ലയോ? ശിവൻ കൊച്ചാട്ടൻ. ശിവൻ്റെ ശിവൻ. സർവീസ് എടുക്കുന്നില്ല രാവിലെ. കഴിച്ചത് നല്ല സാധനമാണ് രാവിലെ കഴിച്ചത്. എവിടുന്ന നീ ഒന്ന് എടുത്ത് നോക്ക്. ഇന്ന് വലിയ തിരക്കൊന്നുമില്ല റോഡിൽ. ആദ്യം ഈ ഇടതുവശം ചേർത്ത് നിർത്തുക.